ലൈഫ് ഓഫ് ട്രാവഡേഴ്സിന്റെ മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മാന്യ പ്രേക്ഷകർക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് ചെന്നിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു ട്രെയിനിന്റെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ വളരെ ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. കാണാൻ നല്ല കൗതുകവുമുണ്ട്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാടിന്റെ കൽപ്പാത്തി എന്ന ലൊക്കേഷനിലേക്കാണ്. കൽപ്പാത്തിയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. റോഡിന്റെ ഇരുവശങ്ങളിലും നമുക്ക് വളരെ ഭംഗിയാർന്ന അഗ്രഹാരങ്ങൾ കാണാൻ സാധിക്കും. ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടാതെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ അഗ്രഹാരങ്ങളുടെ ഒരു കാഴ്ച തന്നെയാണ്. ഇവയെല്ലാം തന്നെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുള്ളതാണ്. വളരെ ഭംഗിയുള്ള ഓരോ പ്രതിമകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഒരു ബ്രാഹ്മണ തെരുവ് എന്നാണ് അറിയപ്പെടുന്നത്. കൽപ്പാത്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. കൽപ്പാത്തിയിലെ വിശ്വപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് വിശാലാക്ഷി സമേതനായ വിശ്വനാഥ സ്വാമിയുടെ ക്ഷേത്രം. ഇവിടെയാണ് വിശ്വപ്രസിദ്ധമായ രഥോത്സവം നടക്കാറുള്ളത്. എല്ലാ വർഷവും നവംബർ മാസങ്ങളിലാണ് ഇവിടെ രഥോത്സവം നടക്കാറുള്ളത്. കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ പ്രധാനമായും കൽപ്പാത്തിയിലെ ചിന്നപുരം, ഗോവിന്ദപുരം, പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി എന്നിങ്ങനെ 4 അഗ്രഹാരങ്ങളായി കൂട്ടിച്ചേർത്ത് ബ്രാഹ്മണർ ഒരു വലിയ അഗ്രഹാരം നിർമ്മിച്ചു. പാലക്കാട് നഗരപരിധിയിൽ 18 അഗ്രഹാരങ്ങൾ ഉള്ളതായാണ് കാണപ്പെടുന്നത്. ഇവിടെ നല്ല ചായയും കോഫിയും ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ വന്ന സമയം ഉച്ച സമയമായതിനാൽ അതൊന്നും ലഭിക്കുകയില്ല. ഒരു ദിവസം രാവിലെ വന്ന് നിങ്ങൾക്കതെല്ലാം ഞങ്ങൾ പരിചയപ്പെടുത്തി തരുന്നതാണ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇതുപോലെ പാല് വീടിന് മുൻപിൽ എത്തുന്നതാണ്. അവർ വന്ന് പാല് വാങ്ങിപ്പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ബ്രാഹ്മിൻസ് എല്ലാവരും തന്നെ നല്ല
ഫിനാൻഷ്യലി സ്ട്രെങ്ത് ഉള്ളവർ തന്നെയാണ്. കൽപ്പാത്തിയിൽ തമിഴ് ബ്രാഹ്മണരാണ് കൂടുതലായും കാണപ്പെടുന്നത്. പുതിയ കൽപ്പാത്തിയും അതുപോലെ തന്നെ പഴയ കൽപ്പാത്തിയുമായി വേർതിരിച്ചിട്ടുണ്ട് ഇവിടെ. ആയിരത്തി 1790-കളിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണം ഭയന്ന് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് പലായനം ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന ബ്രാഹ്മണരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവരുടെ തലമുറകളും ഇവിടെ താമസിച്ചു വരുന്നു. ഇതിന്റെ അകത്തേക്ക് ഉള്ളിലേക്കായിട്ട് നമുക്ക് മറ്റൊരു ക്ഷേത്രവും കാണാൻ സാധിക്കും. മലയാള സിനിമയിലെ പല ലൊക്കേഷനുകളും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മോഹൻലാലിന്റെ പ്രസിദ്ധമായ പല സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വേദപാരായണവും കലാസാംസ്കാരിക ആചാരവും കൊണ്ട് സമ്പന്നമായാണ് കൽപ്പാത്തി ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. പാരമ്പര്യ തനിമ ഇന്നും കാത്തുസൂക്ഷിക്കുന്നതിൽ കൽപ്പാത്തി ഇന്നും വളരെ മുൻപിൽ തന്നെയാണ്. സ്ത്രീകളും കുട്ടികളും അതിരാവിലെ തന്നെ തങ്ങളുടെ വീടിനു മുൻപിൽ കോലം വരയ്ക്കുന്നതോടെ അവരുടെ ഒരു ദിവസത്തെ നല്ല ദിവസത്തിന് തുടക്കം കുറിക്കുന്നു. പലതരങ്ങളിലുള്ള കോലങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ കോലങ്ങൾ വരയ്ക്കുന്നതിലൂടെ ലക്ഷ്മി ദേവി അവരുടെ വീടിനു മുൻപിൽ കുടികൊള്ളുന്നതായാണ് അവർ വിശ്വസിക്കപ്പെടുന്നത്. തൊണ്ണൂറ്റിയെട്ട് ബ്രാഹ്മിൻസ് കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചു പോരുന്നത്. ഇവരുടെ വീടിന് ബാക്ക് സൈഡിൽ തന്നെ ഇവരുടെ കൃഷിസ്ഥലങ്ങളും കാണാൻ സാധിക്കും. ഈ ഒരു അഗ്രഹാരത്തിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നതാണ്.
ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പാലക്കാട് കൽപ്പാത്തിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പാലക്കാടിന്റെ മറ്റു വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതാണ്. അതുവരേക്കും സൈനിങ് ഓഫ്.